വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കോമൺ സ്പോട്ടിലേക്ക് പോകണം. ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വീഡിയോസ്, എനിക്ക് യൂട്യൂബിൽ ഇടാനായിട്ട് കുറച്ച് വീഡിയോസ്, ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഞങ്ങളൊരു കോമൺ സ്പോട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. അതൊരു സീ സൈഡിലുള്ള ഒരു പ്ലേസ് ആണ്. അത്യാവശ്യം നമുക്ക് സമ്മർ ടൈമിലൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ്. ആ പാട്ട് കൂട്ടിയിട്ടാ എന്റെ സബ്സ്ക്രൈബേഴ്സ് കേൾക്കട്ടെ. ഡാൻസ് വേണം. എവിടെയാ കറക്റ്റ് സ്ഥലം എവിടെയാണെന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് പോയി കണ്ടുപിടിക്കാം. ഇവിടെ അടുത്ത് തന്നെ പോർട്ട്സ്മൗത്തിൽ അടുത്തുള്ളൊരു സ്പോട്ടാണ്. കൂടുതലും ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഫോട്ടോസ് എടുക്കാൻ പോകുന്ന ഒരു സ്ഥലമാണത്. പോസ്റ്റ്മോത്തിന്റെ സ്വന്തം ഫോട്ടോഗ്രാഫറായ റൌഫ് അവിടെയാണ് സ്ഥിരം പോകാറുള്ളത്. ആരുടെ? പോസ്റ്റ്മോത്തിന്റെ സ്വന്തം ഫോട്ടോഗ്രാഫറായ റൌഫ്. അതെ അതെ, പോസ്റ്റ്മോത്തിന്റെ സ്വന്തം ഫോട്ടോഗ്രാഫറായ റൌഫ് കൂടുതലും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് അവിടെയാണ്. റൌഫിന്റെ 1-2 ഫോട്ടോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോകുന്നത്, അല്ലേ? അതെ അതെ അതെ. ആക്ച്വലി ഞാൻ ഈ തൊപ്പി മേടിച്ചത് നമുക്ക് സൗത്ത് സീൽ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്നായിരുന്നു ഞാൻ ഈ തൊപ്പി മേടിച്ചത്. ഞാൻ സമ്മർ ടൈമിൽ മാത്രമേ യൂസ് ചെയ്യുന്നൊരു ക്യാപ്പ്. അതെങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാക്കുക. ഇതിനിവിടുത്തെ എത്ര പൗണ്ടാണ് ലക്ഷ്മി? ഇത് 2 പൗണ്ട് അല്ലേ? ആണെന്ന് തോന്നുന്നു. ഇതിന് 2 പൗണ്ട് കണ്ടായതേ ഉള്ളൂ. 2 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 200 5 പൗണ്ട് പറഞ്ഞു ലക്ഷ്മി. അത് ലക്ഷ്മിയുടെ കഴിവുണ്ട്. അപ്പൊ അങ്ങനെ നല്ല ക്യാബ് അല്ലേ? കൊള്ളാം. ദേവനന്ദ സാരി ഒക്കെ കൊടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവർക്കാണ് ഇവിടുത്തെ ഇന്നത്തെ ഫോട്ടോഷോപ്പ് എന്ന് പറയാൻ പറ്റും. ഫോട്ടോഷൂട്ട് ദേവനന്ദയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് ഫോട്ടോ. അപ്പൊ ഇത് ദേവനന്ദയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്പോട്ടിലോട്ട് വന്നിരിക്കുന്നത്. ആ സ്പോട്ടിന്റെ പേര് അവിടെ കാണിക്കുന്നുണ്ട്. വെൽക്കം ടു പ്രീമിയർ മറൈൻസോ അറിയില്ല, എന്തോ എഴുതി കാണിക്കുന്നുണ്ട് അവിടെ. ഗൈസ്, നിങ്ങൾക്ക് സൈഡിലൊക്കെ നോക്കിയാൽ അറിയാം, ഒരു സീ സൈഡാണിത്. കൊള്ളല്ലേ? നല്ല സ്ഥലല്ലേ? ഇതാണ് ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലം. ഇതിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഗൈസ്, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാറായിട്ടുണ്ട് നമ്മള്. ദേവനന്ദ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫോട്ടോസ് എടുത്ത് വാരി അപ്ലോഡ് ചെയ്യുന്നതിലുള്ള ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഇതോടെ ഇവരൊക്കെ ഫോട്ടോസ് എടുക്കാറുള്ളൂ, അധികം അപ്ലോഡ് ചെയ്യാറില്ല. ഞാൻ പക്ഷെ എടുക്കുന്നതെല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവരൊക്കെ ജസ്റ്റ് ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ സേവ് ചെയ്ത് ഫോൺ ഗാലറിയിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലാതെ ഫോട്ടോസ് അധികം അപ്ലോഡ് ചെയ്തില്ല, അല്ലേ? ദേവനന്ദയ്ക്ക് ഫോട്ടോസ് അത്ര അപ്ലോഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. അടിപൊളി, നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. മണ്ണിലോട്ട് അധികം കയറാതെ ഇവിടെ ഇങ്ങോട്ട് ഗൈസ്, ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെ ഇതെന്താണ് എങ്ങനെ ഇരിക്കുന്ന ഈ സ്ഥലം? നല്ല സ്ഥലമായിരുന്നു ഗൈസ്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വരും. നമുക്ക് നല്ല സ്ഥലം നോക്കിയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഈ ടീംസിന് വേണ്ടിയാണ് ഇന്ന് വന്നേക്കുന്നത്. ഇവർക്കാണ് ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടത്. ഇവർ അപ്ലോഡ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വ്ളോഗുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചു തരാം. ഇതിന്റെ പേരെന്താടാ? പ്രീമിയർ മറൈൻ.
ടൈം ഒരു UK ടൈം ഒരു 2 മണിയായി കാണും. പക്ഷെ നല്ല വെയിലുണ്ട്. ഈ ടൈമിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ലതായിരിക്കുമെന്നറിയില്ല. കാരണം ഒരു വൈകിട്ട് ഒരു 5 മണി 6 മണി ആ സമയത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ തന്നെയും നല്ല വെയിലുണ്ടായിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഗൈസ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഗൈസ്, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കട്ടെ? എടാ, നിങ്ങൾക്ക് ഈ വെയിലത്ത് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾ എടുത്തു നോക്കൂ. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചാൽ സ്ഥലമല്ല, ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് വന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ബോയ്സിനൊക്കെ ആണെങ്കിൽ നല്ല ബിയറൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല ചില്ലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. UK പോർട്സ്മൗത്തിലുള്ള എല്ലാവരും മസ്റ്റായിട്ട് വരണം. ഈ വെയിലൊന്നും കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇതൊക്കെ ഇവിടെ കോമൺ ആണ്. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. നമ്മൾക്ക് അതായിരുന്നു നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഫോട്ടോസ് എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ എയിം. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഗൈസ്, ഇവിടെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അത്ര ശരിയായിട്ടില്ല. ഫോട്ടോസ് പല ഫോണിൽ നിന്ന് ഞങ്ങൾ മാറ്റി എടുത്തു, പക്ഷെ ശരിയായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ സ്പോട്ട് മാറ്റി പിടിച്ചിട്ട് വേറൊരു സ്പോട്ടിലോട്ട് പോയാലോ എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ തീരുമാനിച്ചു ഇവിടെ വേറെ എവിടെയെങ്കിലും കുറച്ചുകൂടെ മാറി നിന്ന് ഫോട്ടോസ് എടുത്ത് നോക്കാം. ഇതൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ. കാരണം വീക്ക് ഡേയ്സിൽ അല്ലെങ്കിൽ എന്താ പറയുക ഓഫ് ഡേയ്സിൽ നമ്മൾ കൂടുതലും പുറത്ത് പോകുക, ഫോട്ടോസ് എടുക്കുക, അപ്ലോഡ് ചെയ്യുക, വീഡിയോസ് എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യാത്തവരുണ്ട്, ഫോൺ ഗാലറിയിൽ സൂക്ഷിച്ച് വെക്കുന്നവരുണ്ട്. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് വീക്ക് ഡേയ്സിൽ അല്ലെങ്കിൽ ഓഫ് ഡേയ്സിലൊക്കെ പുറത്തൊക്കെ പോകുക, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. അതൊക്കെയാണ്. ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ചാനലിലേക്ക് കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോസിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, നല്ല പച്ചപ്പരവതാനി വിരിച്ച് കിടക്കുകയാണ്. മിക്കവാറും ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പായലൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. മിക്കവാറും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റി വീഴുമെന്നാണ് തോന്നുന്നത്. ഗൈസ്, നല്ല സ്ഥലം. ഗൈസ്, ഞങ്ങൾ ഈ സ്പോട്ടിൽ പിക്ക് എടുക്കാൻ വന്നതാ. പക്ഷെ വെയിൽ കാരണം ഞങ്ങളുടെ പിക്ക് അത്ര അങ്ങോട്ട് ശരിയായില്ല. വന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇല്ലേടാ? അതെ, അതുകൊണ്ട് ഞങ്ങള് ഈ സ്ഥലത്ത് നിന്നും വേറൊരു സ്പോട്ടിലേക്ക് പോവാണ്. അപ്പൊ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പൊ ഞങ്ങള് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, ബൈ പറയടാ. എടാ ബൈ പറയടാ തിരിഞ്ഞ്. ഓക്കെ, ബൈ.